നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി BJPയുമായിട്ട് ഒരു അവിശുദ്ധ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ അവിശുദ്ധ ബന്ധമനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇത് വളരെ പ്രബലമായ എൻ്റെ ഒരു സംശയമാണ്. ഇതിനു മുമ്പ് ഞാനിട്ടിരുന്ന വീഡിയോയിൽ ഞാൻ ഇടതുപക്ഷ അനുഭാവികളോട് പറഞ്ഞിരുന്നത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കിരാത ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതാണ്. ഇന്ത്യ സഖ്യം ഉണ്ടായത് തന്നെ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇടതുപക്ഷവും ഇന്ത്യ സഖ്യത്തിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർഭരണം തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം ഇന്ത്യ സഖ്യം പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ഒരുമിച്ചത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ട് പുറമേ അങ്ങനെയൊക്കെ നടിച്ചുകൊണ്ട് രഹസ്യത്തിൽ BJPയുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടും കരാറുണ്ടാക്കി ശ്രീ പിണറായി വിജയനും സംഘവും പ്രവർത്തിക്കാനുള്ള സാധ്യതയുടെ സാഹചര്യങ്ങൾ പലതുണ്ട്. അതിലൊന്നാമത്തേത് ശ്രീ നരേന്ദ്രമോദി ഇത്തവണ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ കേരളത്തിൽ 2 സീറ്റ് മിനിമം നേടും. അപ്പോൾ 2 സീറ്റ് തങ്ങളിവിടെ നേടും എന്ന് ആത്മവിശ്വാസത്തോടെ നരേന്ദ്രമോദി പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ നിന്നും ആരുടെയോ ഒരു സഹായ വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. അതൊരിക്കലും കോൺഗ്രസിന്റെ സഹായമാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം BJPക്ക് ഇന്ത്യയിൽ ഒരു പ്രധാന എതിരാളി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പക്കൽ നിന്നുമാണ് BJP അധികാരം പിടിച്ചു വാങ്ങി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ലക്ഷ്യം BJPയിൽ നിന്നും തിരികെ അധികാരം തങ്ങളുടെ പക്കൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും BJPയെ കോൺഗ്രസ് സഹായിക്കില്ല. എന്നാൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് കേരളത്തിന് പുറത്ത് അവർക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. BJPക്ക് എതിരെ നിൽക്കാനുള്ള ത്രാണിയും അവർക്കില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ അവർക്കിപ്പോൾ സ്വാധീനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികാരത്തിൽ ആര് വന്നാലും തങ്ങളുടെ കാര്യം സുരക്ഷിതമായിരിക്കണം എന്നൊരു ചിന്ത അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അങ്ങനെ നോക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. കേരളം കണ്ട ഏറ്റവും മോശം സർക്കാരാണ് ശ്രീ പിണറായിയുടെ. അത് ഒരാൾക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്നും പോകുമ്പോൾ കേരളത്തിൻ്റെ പൊതുകടം 1,62,000 കോടി രൂപയായിരുന്നു. എന്നാൽ ശ്രീ പിണറായി വിജയൻ 7 കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോൾ അതിപ്പോൾ എത്തി നിൽക്കുന്നത് 4,29,000 കോടി രൂപയിലാണ്. ഇത്രയേറെ കടം ഇദ്ദേഹം വാങ്ങിയത് ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി മാത്രമാണ്. ഒപ്പം അവരുടെ ധൂർത്തിനും. സർക്കാർ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പണം കണ്ടെത്താൻ കടമല്ലാതെ മറ്റൊരു വഴിയുമില്ലാതെ നട്ടം തിരിയുന്ന ഒരു സർക്കാരാണ് പിണറായിയുടേത്. അതിൻ്റെ ഒപ്പം നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും വരുന്നുണ്ട്. ലാവ്ലിൻ കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ ചില സ്വർണ്ണക്കടത്ത് കേസുകളും മറ്റ് പല പ്രശ്നങ്ങളും അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം നരേന്ദ്രമോദിയോട് ചോദിച്ചത് ഇതുമായിട്ട് കൂട്ടി വായിക്കാം. എന്തുകൊണ്ട് പിണറായിക്കെതിരെ നിയമ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല? ആ ചോദ്യം ഒരുപക്ഷെ അദ്ദേഹം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചാവും. ആം ആദ്മിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ ഒരു മടിയും കാണിക്കാഞ്ഞ നരേന്ദ്രമോദി പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറയുന്നത് പോലും നമ്മൾ കേട്ടിട്ടില്ല. അതിനർത്ഥം പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു രഹസ്യ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ആ കരാർ അനുസരിച്ചാണ് നരേന്ദ്രമോദി ഞങ്ങളുടെ 2 സീറ്റുകൾ നേടും എന്ന് പറഞ്ഞത്. ഈ 2 സീറ്റുകൾ ഏതൊക്കെയാണ് എന്നതും ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. അവർക്ക് 2 സീറ്റുകൾ ഇവിടെ നേടുക എന്നതിനേക്കാൾ ഏറെ 2 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക എന്നതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം എന്ന് ഞാൻ കരുതുന്നു. ആ 2 നേതാക്കൾ മറ്റാരുമല്ല, ഒന്ന് രാഹുൽ ഗാന്ധിയും 2 ശശി തരൂരുമാണ്. ഈ 2 സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാമെന്നും അവിടെ BJPയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാമെന്നും ഒരു പക്ഷേ ശ്രീ പിണറായി വിജയൻ തനിക്ക് ഇങ്ങോട്ട് കിട്ടാൻ പോകുന്ന ചില പ്രത്യുപകാരങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദിയുമായിട്ട് കരാർ ഉണ്ടാക്കിയിട്ടുണ്ടാകണം.
പിണറായി വിജയൻ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വന്നാലും അദ്ദേഹത്തിന് വീണ്ടും മുമ്പോട്ട് ഭരിക്കേണ്ടതുണ്ട്. അപ്പോൾ പണം ആവശ്യമാണ്, കേന്ദ്ര സഹായം ആവശ്യമാണ്, തനിക്കെതിരെ കേസുകളൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭംഗിയായിട്ട് നോക്കിക്കോളാം. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ഉപകാരം ചെയ്തു തന്നാൽ മതി. ഈ 2 ഇടങ്ങളിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ പാടില്ല. അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കണം. നിങ്ങൾ നിങ്ങളുടെ വോട്ടുകൾ മറിച്ച് ഞങ്ങൾക്ക് തരണം. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വോട്ടുകൾ മറിച്ച് നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചോട്ടെ. ഇങ്ങനെ ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരാർ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ് ഇടത് മുന്നണിയെങ്കിൽ ഈ 2 നേതാക്കളെ ഉറപ്പായിട്ടും MP-മാരാക്കി പാർലമെന്റിലേക്ക് വിടേണ്ടത് അവരുടെ കൂടി കടമയാണ്. എന്നാൽ ഈ 2 നേതാക്കന്മാർക്കെതിരെയും ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത് വളരെ പ്രബലരായ സ്ഥാനാർത്ഥികളെയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ, ശശി തരൂരിനെതിരെ പന്യൻ രവീന്ദ്രൻ. അപ്പോൾ ഇത് നൽകുന്ന സൂചന എന്താണ്? ഇത് നമ്മോട് പറയുന്നത് ഈ 2 നേതാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം CPM-ഉം BJP-യും കൂടി ചേർന്ന് നടത്തുന്നുണ്ട് എന്നാണ്. ഇതെൻ്റെ അനുമാനമാണ്, സംശയമാണ്, സാഹചര്യ തെളിവുകൾ വെച്ച് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ പാർട്ടിയും അതേപോലെ തന്നെ CPM-ഉം സംയുക്തമായിട്ട് പ്രവർത്തിക്കും. ആ പ്രവർത്തനം ജനങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ തോൽവി സംഭവിക്കുകയുള്ളൂ. പക്ഷെ ഇവർ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയിക്കാൻ സാധിക്കും. അങ്ങനെ ഇടതുപക്ഷം ശ്രീ പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെക്കാളും അദ്ദേഹം ഇന്നേ വരെ ചെയ്തിട്ടുള്ള ഏത് പ്രവൃത്തിയേക്കാളും ഏറ്റവും വലിയ ചതിയായിരിക്കും അത് ഈ രാജ്യത്തോടും ഇന്ത്യ സഖ്യത്തോടും അവർ ചെയ്യുന്ന ചതിയായിരിക്കും. നരേന്ദ്രമോദിയെ പ്രത്യക്ഷത്തിൽ എതിർക്കുകയും രഹസ്യത്തിൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും തങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയും ഒപ്പമുള്ള ആൾക്കാരെ ഒറ്റുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇവർ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കാലം അവർക്ക് മാപ്പ് കൊടുക്കില്ല. എന്തു തന്നെയായാലും ശരി, ഇതെൻ്റെ ഒരു അനുമാനമാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ആര് എന്ത് കൂടാലോചന നടത്തിയാലും ശരി, വോട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരാൾക്കും കയ്യിലാക്കാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് ചുറ്റുവട്ടത്ത് നിന്നും പല സ്വാധീനങ്ങൾ ഉണ്ടാകുമെങ്കിലും അയാളുടെ ഉള്ളിലെ തീരുമാനമാണ്. അയാൾ അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു കുടില ശക്തിക്കും ജയിക്കാൻ പോകുന്നവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ജയിക്കാൻ പോകുന്നവർ ജയിച്ചു തന്നെ ഇരിക്കും. എങ്കിലും ഇങ്ങനെ ഒരു സാധ്യത ഞാനിവിടെ കാണുന്നുണ്ട്. താങ്ക് യു.